നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുന്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അപകടമുണ്ടാകുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ CCTV ദൃശ്യങ്ങളിൽ അർജുന്റെ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട്. അർജുന്റെ ട്രക്കിന്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്ന് വ്യക്തമാണ്. ബലഗാവിൽ നിന്ന് വന്ന ട്രക്ക് 16 പുലർച്ചെ 1:42 2:46 കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. അതേസമയം ഉടൻ ദൌത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ പ്രതികരിച്ചു. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കും. വിദഗ്ധ സംഘം ദില്ലിയിൽ നിന്ന് സജ്ജമാണ്. ഉപകരണങ്ങൾ ദില്ലിയിൽ നിന്നും എത്തിക്കാനുള്ള അനുമതിക്ക് നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ല എന്ന ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ വ്യക്തമാക്കി. ദുരന്തം നടന്നതിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി. ദുരന്തം നടന്ന ദിവസം പുലർച്ചെ 6 മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത്. 16 പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേഘം മൂടിയ നിലയിലാണ്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യം ഒന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആ ദൃശ്യത്തിൽ നിന്ന് അർജുന്റെ വാഹനം അടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല. ദുരന്തശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ RCS പകർത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുഴയിലെ തെരച്ചിൽ നടക്കുക. നദിക്കരയോട് ചേർന്ന് മണ്ണ് വീണ സ്ഥലത്ത് സിഗ്നൽ കിട്ടിയ ഇടത്തായിരിക്കും ആദ്യം തിരയുക. ഇപ്പോഴുള്ള കരയുടെ 40 മീറ്റർ അകലെയാണ് ഈ സ്ഥലമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അതേസമയം അർജുനായുള്ള പരിശോധന 8ാം ദിനത്തിലേക്ക് കടക്കുന്ന ഇന്ന് 7 ദിവസത്തെ തെരച്ചിലിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയി എന്ന നിഗമനത്തിൽ ഇന്ന് ഗംഗാവാല പുഴയിലാകും തിരച്ചിൽ നടക്കുക. അപകട സമയത്ത് ഗംഗാവാല പുഴയിലൂടെ തടി അടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് അർജുന്റെ ലോറിയിലെ തടി എന്നാണ് സംശയം. ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. നാവികസേനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ തുടരും. ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം. നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൌത്യത്തിൽ പങ്കാളികളാകും. അതേസമയം പുഴയിലേക്ക് തിരയേണ്ട ആവശ്യമില്ല. അധിക സമയമെടുത്ത് കരയിൽ തന്നെ തിരഞ്ഞാൽ മതി. 90% മണ്ണൊന്നും മാറ്റിയിട്ടില്ല. 80% മണ്ണ് മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. രഞ്ജിത്താന്റെ ആവശ്യപ്രകാരം കൂടുതൽ സമയം നമുക്ക് ഇവിടെ തന്നെ കരയിൽ തന്നെ തിരയാം എന്നാണ് രഞ്ജിത്ത് ആവശ്യപ്പെടുന്നത്. പക്ഷേ പുഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് രഞ്ജിത്ത് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത്.